എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് നോക്കുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടത് തെറ്റായിപ്പോയി എന്ന് തോന്നുമ്പോൾ നമ്മൾ പറയത്തില്ലേ, ഞാൻ ഈ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കുന്നു. അതെങ്ങനെയാണ് പറയുന്നത്? തിരിച്ചെടുക്കുക എന്ന് പറയാൻ ടേക്ക് ബാക്ക് എന്നാണ് പറയുന്നത്. സോ ഐ ടേക്ക് ബാക്ക് എവറിത്തിങ് ഐ സെഡ്. ഐ ടേക്ക് ബാക്ക് എവറിത്തിങ് ഐ സെഡ്. ഐ ടേക്ക് ബാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചെടുക്കുന്നു എന്നാണ്. എവറിത്തിങ് ഐ സെഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതെല്ലാം. സോ ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുക്കുന്നു. ഐ ടേക്ക് ബാക്ക് എവറിത്തിങ് ഐ സെഡ്. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ പറയത്തില്ല, ഞാൻ പറഞ്ഞത് തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെങ്ങനെ പറയും? ഐ വിഷ് ഐ കുഡ് ടേക്ക് ബാക്ക് വാട്ട് ഐ സെഡ്. ഐ വിഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. സോ ഐ വിഷ് ഐ കുഡ് ടേക്ക് ബാക്ക് വാട്ട് ഐ സെഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഇതേപോലെ തന്നെ എന്തെങ്കിലും പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അയ്യോ ഇത് എന്നെ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയത്തില്ലേ, അവിടെയും നമുക്ക് ടേക്ക് ബാക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയണം, ഈ പാട്ട് എന്നെ കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അതെങ്ങനെ പറയും? ദിസ് സോങ് ടേക്സ് മീ ബാക്ക് ടു മൈ ചൈൽഡ്ഹുഡ്. ദിസ് സോങ് ടേക്സ് മീ ബാക്ക് ടു മൈ ചൈൽഡ്ഹുഡ്. ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം. സോ ഈ പാട്ട് എന്നെ കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു എന്ന് പറയാനാണ് ദിസ് സോങ് ടേക്സ് മീ ബാക്ക് ടു മൈ ചൈൽഡ്ഹുഡ്. ഇവിടെ ടേക്ക് ബാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാസ്റ്റിലെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത്, അവൻ്റെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് ആർക്കും അറിയില്ല. അതെങ്ങനെ പറയും? No one knows what's going on in his mind. No one knows what's going on in his mind. No one knows എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല എന്നാണ്. വാട്ട്സ് ഗോയിങ് ഓൺ ഇൻ ഹിസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിൽ എന്താണ് നടക്കുന്നത് എന്നാണ്. സോ അവൻ്റെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് ആർക്കും അറിയില്ല എന്ന് പറയാനാണ് നോ വൺ നോസ് വാട്ട്സ് ഗോയിങ് ഓൺ ഇൻ ഹിസ് മൈൻഡ്. ഇനി അടുത്തത്, അതൊരു തിടുക്കത്തിൽ ഉള്ള ഒരു തീരുമാനമായിരുന്നു എന്ന് പറയണം. ഇറ്റ് വാസ് എ ഹേസ്റ്റി ഡിസിഷൻ. ഇറ്റ് വാസ് എ ഹേസ്റ്റി ഡിസിഷൻ. ഹേസ്റ്റി എന്ന് പറഞ്ഞാൽ തിടുക്കത്തിലുള്ള എന്നുള്ള മീനിങ് ആണ്. സോ അത് തിടുക്കത്തിലുള്ള തീരുമാനമായിരുന്നു എന്ന് പറയാനാണ് ഇറ്റ് വാസ് എ ഹേസ്റ്റി ഡിസിഷൻ. ഇനി അടുത്തത്, നിനക്കിത് തമാശയായിട്ട് തോന്നുന്നുണ്ടോ? അതെങ്ങനെ ചോദിക്കും? ഡു യു ഫൈൻഡ് ഇറ്റ് ഫണ്ണി? ഡു യു ഫൈൻഡ് ഇറ്റ് ഫണ്ണി? ഫണ്ണി എന്ന് പറഞ്ഞാൽ തമാശ എന്നുള്ള മീനിങ് ആണ്. സോ ഇത് നിനക്ക് തമാശയായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാനാണ് ഡു യു ഫൈൻഡ് ഇറ്റ് ഫണ്ണി. ഇനി അടുത്തത്, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു പോലുമില്ല. അതെങ്ങനെ പറയും? ഐ ഡിഡൻറ്റ് ഈവൻ തിങ്ക് ഓഫ് ഇറ്റ്. ഐ ഡിഡൻറ്റ് ഈവൻ തിങ്ക് ഓഫ് ഇറ്റ്. തിങ്ക് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക. ഈവൻ തിങ്ക് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക പോലും എന്നുള്ള മീനിങ് ആണ്. സോ അതിനെക്കുറിച്ച് ചിന്തിച്ചു പോലും ഇല്ല എന്ന് പറയാനാണ് ഐ ഡിഡൻറ്റ് ഈവൻ തിങ്ക് ഓഫ് ഇറ്റ്. ഇനി അടുത്തത്, എൻ്റെ ചായ തണുത്തു പോയിട്ടുണ്ട് എന്ന് പറയണം. തണുത്തു പോയിട്ടുണ്ട് എന്ന് പറയുന്നത് ഹാസ് ഗോൺ കോൾഡ് എന്നാണ്. സോ മൈ ടീ ഹാസ് ഗോൺ കോൾഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചായ തണുത്തു പോയിട്ടുണ്ട് എന്നാണ് മീനിങ്. മൈ ടീ ഹാസ് ഗോൺ കോൾഡ്. അതേപോലെ തന്നെ നമ്മൾ പറയത്തില്ലേ, പെട്ടെന്ന് കഴിക്ക് അല്ലെങ്കിൽ ആഹാരം തണുത്തു പോകും. അതെങ്ങനെ പറയും? ഈറ്റ് ക്വിക്ക്ലി ഓർ ദ ഫുഡ് വിൽ ഗെറ്റ് കോൾഡ്. ഈറ്റ് ക്വിക്ക്ലി ഓർ ദ ഫുഡ് വിൽ ഗെറ്റ് കോൾഡ്. ഈറ്റ് ക്വിക്ക്ലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കഴിക്കൂ എന്നുള്ള മീനിങ് ആണ്. ഓർ ദ ഫുഡ് വിൽ ഗെറ്റ് കോൾഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആഹാരം തണുത്തു പോകും എന്നുള്ള അർത്ഥമാണ്. ഇനി അടുത്തത്, അവളെ അവളുടെ മുത്തശ്ശി ആയിരുന്നു വളർത്തിയത് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഷി വാസ് ബ്രോട്ട് അപ്പ് ബൈ ഹർ ഗ്രാൻഡ് മദർ. ഷി വാസ് ബ്രോട്ട് അപ്പ് ബൈ ഹർ ഗ്രാൻഡ് മദർ. ബ്രോട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ വളർത്തുക എന്നുള്ള മീനിങ് ആണ്. സോ അവളുടെ മുത്തശ്ശി ആയിരുന്നു അവളെ വളർത്തിയത് എന്ന് പറയാനാണ് ഷി വാസ് ബ്രോട്ട് അപ്പ് ബൈ ഹർ ഗ്രാൻഡ് മദർ. ഇനി അടുത്തത്, നിനക്ക് അതിനെക്കുറിച്ച് സംസാരിക്കണോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഡു യു വോണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ഡു യു വോണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ടോക്ക് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നാണ്. സോ നിനക്ക് അതിനെക്കുറിച്ച് സംസാരിക്കണോ എന്ന് ചോദിക്കാനാണ് ഡു യു വോണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ഇനി ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും?
ഡു യു വോണ്ട് മീ ടു ടോക്ക് അബൌട്ട് ഇറ്റ്? ഡു യു വോണ്ട് മീ ടു ടോക്ക് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ്. ഇനി അടുത്തത് അവൻ്റെ മുൻപിൽ വെച്ച് അതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് പറയണം. അതെങ്ങനെ പറയും? അതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് പറയാൻ ഡോണ്ട് ടോക്ക് അബൌട്ട് ഇറ്റ് എന്ന് പറയാം. ഡോണ്ട് ടോക്ക് അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ച് സംസാരിക്കരുത്. അവൻ്റെ മുമ്പിൽ വെച്ച് എന്ന് പറയാൻ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. ഡോണ്ട് ടോക്ക് അബൌട്ട് ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അവൻ്റെ മുൻപിൽ വെച്ച് പറയരുത് എന്നാണ് മീനിങ്. ഇനി അടുത്തത് അത് വാങ്ങണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇറ്റ്സ് up to you whether to buy it or not. It's up to you whether to buy it or not. It's up to you എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ള മീനിങ് ആണ്. whether to buy it or not എന്ന് പറഞ്ഞാൽ അത് വാങ്ങണമോ വേണ്ടയോ എന്നുള്ള മീനിങ് ആണ്. സോ അത് വാങ്ങണമോ വേണ്ടയോ എന്ന് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയാനാണ് ഇറ്റ്സ് up to you whether to buy it or not. ഇനി അടുത്തത് നീ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വാട്ട് ആർ യു ട്രയിങ് ടു ഡു? വാട്ട് ആർ യു ട്രയിങ് ടു ഡു എന്ന് പറഞ്ഞാൽ നീ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാണ്. ട്രൈ എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക. സോ വാട്ട് ആർ യു ട്രയിങ് ടു ഡു എന്ന് പറഞ്ഞാൽ നീ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാണ്. ഇനി നമ്മൾ പറയത്തില്ലേ ചെരുപ്പിടാതെ നടക്കരുത്. അപ്പം ചെരുപ്പിടാതെ നടക്കുക എന്ന് പറയുന്നത് വാക്ക് ബെയർ ഫൂട്ട് എന്നാണ്. അപ്പം ഡോണ്ട് വാക്ക് ബെയർ ഫൂട്ട് എന്ന് പറഞ്ഞാൽ കാലിൽ ചെരുപ്പിടാതെ നടക്കരുത് എന്നാണ് മീനിങ്. ഡോണ്ട് വാക്ക് ബെയർ ഫൂട്ട്. ഇനി അടുത്തത് ഇങ്ങനെയാണോ നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ഇസ് ദിസ് ദ വേ യു ടോക്ക്? ഈസ് ദിസ് ദ വേ യു ടോക്ക്? അതായത് ഇങ്ങനെയാണോ നിങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ള മീനിങ് ആണ്. ഈസ് ദിസ് ദ വേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ എന്നുള്ള അർത്ഥമാണ്. യു ടോക്ക് എന്ന് പറഞ്ഞാൽ നീ സംസാരിക്കുന്നത്. സോ ഇങ്ങനെയാണോ നീ സംസാരിക്കുന്നത് എന്ന് ചോദിക്കാനാണ് ഈസ് ദിസ് ദ വേ യു ടോക്ക്. ഇനി അടുത്തത് അങ്ങനെ ഒരു വീട് എൻ്റെ സ്വപ്നമായിരുന്നു എന്ന് നമ്മൾ പറയത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? ഹാവിങ് സച്ച് എ ഹൗസ് വാസ് മൈ ഡ്രീം. ഹാവിങ് സച്ച് എ ഹൗസ് വാസ് മൈ ഡ്രീം. ഹാവിങ് സച്ച് എ ഹൗസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വീടുണ്ടാവുക എന്നുള്ള മീനിങ് ആണ്. വാസ് മൈ ഡ്രീം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എന്നാണ്. സോ ഹാവിങ് സച്ച് എ ഹൗസ് വാസ് മൈ ഡ്രീം. ഇനി അടുത്തത് നിനക്കിതൊരു രഹസ്യമായി സൂക്ഷിക്കാമോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ക്യാൻ യു കീപ്പ് ഇറ്റ് എ സീക്രട്ട്? ക്യാൻ യു കീപ്പ് ഇറ്റ് എ സീക്രട്ട്? കീപ്പ് ഇറ്റ് എ സീക്രട്ട് എന്ന് പറഞ്ഞാൽ അത് രഹസ്യമായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. സോ ക്യാൻ യു കീപ്പ് ഇറ്റ് എ സീക്രട്ട് എന്ന് പറഞ്ഞാൽ നിനക്കതൊരു രഹസ്യമാക്കി സൂക്ഷിക്കാമോ എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത് അവൻ ഇപ്പോഴും ഒരു മോശം ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയണം. അതെങ്ങനെ പറയും? He is still going through a bad phase. He is still going through a bad phase. Phase എന്ന് പറഞ്ഞാൽ ഘട്ടം എന്നുള്ള മീനിങ് ആണ്. ഗോ ത്രൂ എന്ന് പറഞ്ഞാൽ കടന്നു പോകുക എന്നുള്ള മീനിങ് ആണ്. സോ ഗോയിങ് ത്രൂ എ ബാഡ് ഫേസ് എന്ന് പറഞ്ഞാൽ മോശം ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ്. ഇപ്പോഴും എന്ന് പറയാനാണ് സ്റ്റിൽ എന്ന് പറഞ്ഞത്. സോ ഹീ സ്റ്റിൽ ഗോയിങ് ത്രൂ എ ബാഡ് ഫേസ് എന്ന് പറഞ്ഞാൽ അവൻ ഇപ്പോഴും ഒരു മോശം ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് മീനിങ്. ഇനി അടുത്തത് അവൻ ആർക്കു വേണ്ടിയാണ് ഇത്രയും ദൂരം പോയത് എന്ന് ചോദിക്കണം. ഫോർ ഹൂം ഡിഡ് ഹി ഗോ ദിസ് ഫാർ? ഫോർ ഹൂം ഡിഡ് ഹി ഗോ ദിസ് ഫാർ? ഫോർ ഹൂം എന്ന് പറഞ്ഞാൽ ആർക്കു വേണ്ടിയാണ് എന്നാണ്. ഡിഡ് ഹി ഗോ ദിസ് ഫാർ എന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരം അവൻ പോയത് എന്നുള്ള മീനിങ് ആണ്. സോ ഫോർ ഹൂം ഡിഡ് ഹി ഗോ ദിസ് ഫാർ. ഇനി അടുത്തത് നിങ്ങൾ ശരിക്കും ഒരു വിഡ്ഢിയാണ് എന്ന് നമ്മൾ പറയത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? യു ആർ റിയലി എ ഫൂൾ. യു ആർ റിയലി എ ഫൂൾ. ഫൂൾ എന്ന് പറഞ്ഞാൽ വിഡ്ഢി എന്നാണ്. സോ യു ആർ റിയലി എ ഫൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഒരു വിഡ്ഢിയാണ് എന്നാണ് മീനിങ്. റിയലി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്നാണ് അർത്ഥം. ഇനി അടുത്തത് നിങ്ങൾ എന്താണ് അങ്ങനെ ചിന്തിച്ചത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വൈ ഡിഡ് യു തിങ്ക് സോ? വൈ ഡിഡ് യു തിങ്ക് സോ? തിങ്ക് സോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചത് എന്നാണ്. സോ വൈ ഡിഡ് യു തിങ്ക് സോ എന്ന് പറഞ്ഞാൽ നീ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത് എന്നാണ് മീനിങ്. വൈ ഡിഡ് യു തിങ്ക് സോ. ഇനി അടുത്തത് ഞാനത് ചെയ്യേണ്ടതുണ്ടോ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ഡു ഐ ഹാവ് ടു? ഡു ഐ ഹാവ് ടു? അതായത് നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറയുവാണ്. അപ്പം ഞാനത് ചെയ്യേണ്ടതുണ്ടോ എന്ന് നമ്മൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഡു ഐ ഹാവ് ടു എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യേണ്ടതുണ്ടോ എന്നാണ് മീനിങ്.
ഇനി നമുക്ക് ഇങ്ങനെ ചോദിക്കണമെങ്കിലോ, അതായത് ഞാൻ പോകേണ്ടതുണ്ടോ അങ്ങനെ ചോദിക്കണമെങ്കിൽ ഡു ഐ ഹാവ് ടു ഗോ എന്ന് ചോദിക്കണം. ഡു ഐ ഹാവ് ടു ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകേണ്ടതുണ്ടോ എന്നാണ് മീനിങ്. ഗോ എന്ന് പറഞ്ഞാൽ പോവുക. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.